അസ്സലാമു അലൈക്കും. ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് എള്ളും അവിലൊക്കെ വെച്ചിട്ടുള്ളൊരു വിഭവട്ടാ. അപ്പോൾ എള്ളതാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് കഴുകി വരക്കാം. അപ്പോൾ ഈ മഴക്കാലമൊക്കെയാണ്, എല്ലാവർക്കും വിശപ്പ്, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ വിശപ്പ് ഇതൊക്കെ ഉള്ള സമയമല്ല. അപ്പോൾ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഫുഡാട്ടോ. കാരണം ഹെൽത്തിയാണ്. കറുത്ത എള്ളൊക്കെ നല്ല ശരീരത്തിന് നല്ലൊരു ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര രണ്ടച്ചെടുത്തിട്ട് ചതക്കിയിട്ട് ഉരുക്കാൻ വെക്കാട്ടോ. കാരണം ഇങ്ങനെ ആക്കി ഇടിച്ചിട്ട് വെക്കണത് എന്തിനാണെന്ന് വെച്ചാൽ വേഗം ഇതായി കിട്ടാൻ വേണ്ടിയിട്ടോ, മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റിച്ചാകുമ്പോൾ സമയം എടുക്കും, ഇതാകുമ്പോൾ പെട്ടെന്ന് ഇതായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഗ്യാസ് മേൽ ബ്രേഫാൻ വെച്ചിട്ട് എള്ളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അവിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അവിലിട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത്. ഇത് നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റിയൊരു സാധനം കേട്ടോ. കുറേ ദിവസമൊക്കെ ഇരിക്കും, നമുക്ക് ഒരു മാസമൊക്കെ അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എടുത്ത് കഴിക്കാനൊക്കെ എളുപ്പം. അപ്പോൾ അവിൽ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, ഇങ്ങനെ മുരിഞ്ഞെടുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എള്ളും കൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ എള്ള് കരിയാതെ ഇതാക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ ഈ എള്ളൊക്കെ കുട്ടികൾ കഴിക്കാത്തതിന് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കൂല, ഒരു കയ്പ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എള്ള് കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എള്ള് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക, കരിയാൻ പെട്ടെന്ന്. അതുകൊണ്ട് കേട്ടോ നല്ലോണം ഇടക്കിയും കൊണ്ടിരിക്കണം. ഒരു കുറച്ച് നല്ലൊന്നും വറുക്കണ്ട, ചെറുതായിട്ടൊന്നും ഇതായി വരുമ്പോഴേക്ക് ഡ്രൈ ആയി വന്നാൽ നമുക്ക് മാറ്റിയിടാം. ഇതായി കൊണ്ടിരിക്കുന്നുണ്ട്, ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, നെയ്യും ചേർത്ത് കൊടുക്കുക ഒരു ശകലം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. തേങ്ങ നീട്ടിൻ്റെ ശേഷം നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് നല്ല വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കപ്പോൾ കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് വേണ്ട, അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ വേണമെങ്കിൽ എടുക്കാമല്ലോ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഇടേണ്ട. കഴിഞ്ഞ് നമുക്ക് ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അവിലും എള്ളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എള്ളും കൂടെ ഇട്ടിട്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഒന്ന് എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.